ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ മാസം ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഡോക്ടർ ബിലാൽ നസീർ മല്ലയെ വിശദമായി ചോദ്യം ചെയ്ത് NIA. തെളിവ് നശിപ്പിക്കാൻ ഡോക്ടർ ബിലാൽ സഹായം നൽകിയെന്നാണ് കണ്ടെത്തിയത്. കേസിൽ അറസ്റ്റിലാവുന്ന 8ാമത്തെ പ്രതിയാണ് ഡോക്ടർ ബിലാൽ നസീർ മല്ല. കഴിഞ്ഞ മാസമായിരുന്നു ഡൽഹിയിൽ എല്ലാവരെയും നടുക്കുന്ന തരത്തിൽ ഇത്തരമൊരു സ്ഫോടനമുണ്ടാകുന്നത്. അതിൽ നിരവധി പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന 8ാമത്തെ പ്രതിയാണ് ഡോക്ടർ ബിലാൽ നസീർ. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ ബിലാലിന് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്താണ് ബിലാലിന് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ളത്? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുശ്രീ, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലുള്ളത്. അതിനൊപ്പമാണ് ഇപ്പോൾ ഡോക്ടർ ബിലാൽ എന്ന് പറയുന്ന ഒരാൾ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇയാൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണത്തിൽ ഡോക്ടർ ഉമർ നബിക്ക്, അതായത് ഈ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ നബിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഈ ബിലാലിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ബിലാലിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ NIA ശേഖരിച്ചു വരികയാണ്. ഇപ്പോൾ ഈ ബിലാൽ എന്ന് പറയുന്ന ആൾ NIAയുടെ കസ്റ്റഡിയിലാണ്. NIA ഇയാളെ വിശദമായി ചെന്ന് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ചില വ്യക്തമായ അല്ലെങ്കിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത് കശ്മീരിലെ അനന്തനാഗിലെ ഫോറസ്റ്റിൽ, അതായത് അവിടുത്തെ നിബിഡമായ വനത്തിനുള്ളിൽ ഇവർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെയാണ് പൊട്ടിക്കുന്നത്, ഇതെങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, അതിൻ്റെ ഒരു വ്യാപ്തി എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സംഘം ബിലാലിൻ്റെ സഹായത്തോടു കൂടി അനന്തനാഗിലെ കാടിനുള്ളിൽ ബോംബ് സ്ഫോടനം നടത്തി പരീക്ഷിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ NIAക്ക് ലഭിച്ചിരുന്നു. അത് ഈ ബിലാലുമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് NIAക്ക് വിവരം ലഭിച്ചത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്ഫോടന വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതടക്കം അത് എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ ലോജിസ്റ്റിക് സപ്പോർട്ട് എങ്ങനെയാണ്, ഏത് വാഹനത്തിൽ കൊണ്ടുപോകണം, ഇതിന് ആരെയൊക്കെ സഹായത്തിന് വിളിക്കണം, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഡോക്ടർ ബിലാലാണെന്നുള്ള വിവരം കൂടി NIAക്ക് ലഭിച്ചിരിക്കുന്നു. നേരത്തെ സ്വയാബ് എന്ന് പറയുന്ന മറ്റൊരാളടക്കം പോലീസിൻ്റെ പിടിയിലായിരുന്നു. പിന്നീട് NIA കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയും ഇയാളെയും ചോദ്യം ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു. നവംബർ 10 നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതാണ്ട് കൃത്യമായി ഒരു മാസം പിന്നിടുമ്പോൾ 8 പേർ കസ്റ്റഡിയിലാണ്. അതിൽ 1000ഓളം ആളുകൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഫരീദാബാദിലെ അൽഫല കോളേജുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരടക്കം ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഡോക്ടർ കൂടി ഈ വിഷയത്തിൽ പിടിയിലാകുന്നത്. ഇയാളും ഈ ഡോക്ടർമാരെ മാത്രം ഈ ഒരു സംഘത്തിലേക്ക് കൊണ്ടുവന്ന് ഇവരെ ഇതിലേക്ക് കൃത്യമായ രീതിയിൽ ഉൾപ്പെടുത്തി ഒരു സ്ഫോടനം നടത്തുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഈ 8ഓളം ഡോക്ടർമാർ ഇപ്പോൾ തന്നെ പിടിയിലായ സംഭവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, പള്ളിയിലെ ഇമാം അടക്കം, ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഇമാം അടക്കം ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ഡോക്ടർ കൂടി പിടിയിലായിരിക്കുന്നത്. ഇയാളെ സംബന്ധിച്ച് ഉമർ നബിയുമായി ബന്ധപ്പെട്ട്, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഉമർ നബിയുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും അയാൾക്ക് ഈ സ്ഫോടനം നടത്തുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനമായ അക്യൂസേഷൻ. അയാളിപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ 7 ദിവസമായി ഇയാൾ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് NIA ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നിരവധി ആളുകൾ ഇപ്പോൾ ഹരിയാന, ഉത്തർപ്രദേശ്, അതുപോലെ ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരിൽ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ മറ്റൊരു ബിലാൽ എന്ന് പറയുന്ന ഒരാളുള്ള ബിലാൽ വാനി, ഇയാൾ കാശ്മീർ സ്വദേശിയാണ്. ഇയാൾ ഇതിൽ റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളും ഉണ്ടാക്കാൻ സഹായിച്ച ഒരാളാണെന്ന് കൂടിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അയാളും ഇപ്പോൾ പോലീസിൻ്റെ അല്ലെങ്കിൽ NIAയുടെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായി വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ അറസ്റ്റുകൾ ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള, രാജ്യത്തിനകത്തു നിന്നുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ, അതിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ വിവിധയിടങ്ങളിലുള്ള ഡോക്ടർമാരെ ഇവരുടെ സംഘത്തിലേക്ക് ചേർത്ത് വെച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇവർ എന്തുകൊണ്ട് ഈ ഡോക്ടർമാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം വേണം. എന്തുകൊണ്ട് മറ്റ് പ്രൊഫഷനെല്ലാം വിട്ട്
ഡോക്ടർമാരെ അടങ്ങുന്ന ഒരു സംഘത്തെ ഇവർ ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ഒരു ആകാംക്ഷയോടെ കാണുന്നത്. കാരണം ഒരു സമൂഹത്തിൽ സാധാരണയായി ഈ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുടെ ഒരു മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ തീരെ താഴ്ന്ന തട്ടിലുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും ജീവിതശൈലി കൊണ്ടോ സാമ്പത്തികമായോ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് അവരുടെ സാഹചര്യം ചൂഷണം ചെയ്ത് ഭീകരവാദത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വലിയ പ്രൊഫസർമാരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘത്തെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ മാത്രം കേന്ദ്രീകരിച്ച ഒരു സംഘം ഉണ്ടാക്കി അവരെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ടൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്താനായിട്ട് ഇവർ എന്തുകൊണ്ട് ഒരു നീക്കം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ രാജ്യം ഏറ്റവും നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഇവർ ഡോക്ടർമാരെ തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ അവരെ തന്നെ ഒരു സംഘമായി രൂപീകരിച്ചുകൊണ്ട് ഒരു സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം NIA അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ 30 ദിവസമായ അന്വേഷണത്തിൽ നിരവധി കാര്യങ്ങളാണ് NIA കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം പങ്കുണ്ടെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അധികം വരുന്നില്ലെങ്കിലും വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ബിലാലിന്റെ അറസ്റ്റോടുകൂടി തന്നെ വെളിവായിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ വെളിപ്പെടുത്തലുകളും ഈ ഒരു വിഷയവുമായി ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അനുശ്രീ. അഭിലാഷ്, അതുപോലെ തന്നെ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതിന് വലിയൊരു മുന്നൊരുക്കം നടന്നിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ബിലാൽ നസീർ നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു, ഇത് മറ്റെവിടേക്കെങ്കിലും ഈ സ്ഫോടക വസ്തു കൊണ്ടുപോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതായിരിക്കാം എന്നൊരു കണ്ടെത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വലിയൊരു മുന്നൊരുക്കം നടന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇത് ഡൽഹിയിൽ ഒരു വലിയൊരു ബ്ലാസ്റ്റിനുള്ള മുന്നൊരുക്കമായിരുന്നു ഈ സംഘത്തിൻ്റെത് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. അനുശ്രീ, അക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു വ്യക്തത ഉണ്ടായിരുന്നതാണ്. ഡിസംബർ 6-ന് അതായത് ഈ ബാബറി മസ്ജിദ് തകർത്ത ദിവസത്തിൽ, അതായത് അതിൻ്റെ വാർഷിക ദിനത്തിൽ രാജ്യത്തുടനീളം ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഉത്തർപ്രദേശും ബന്ധപ്പെട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനം നടത്തണമെന്നുള്ളൊരു പദ്ധതി ഇവർക്കുണ്ടായിരുന്നതായി ഉമർ നബിയുടെ, അതായത് ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ അന്ന് തന്നെ വ്യക്തമായിരുന്നതാണ്. രാജ്യത്ത് പലയിടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഈ ബിലാൽ ജാസിർ വാനി, ഇയാൾ ഈ ഡ്രോണുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ്. അയാൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പലയിടങ്ങളിലും, അതായത് ഈ ആളുകൾ ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലത്ത് ഒരു ഫരീദാബാദിൽ നിന്ന് മുസമ്മൽ ഷക്കീൽ എന്ന് പറയുന്ന ആളും ഇയാളുമായി ബന്ധപ്പെട്ട് ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന സ്ത്രീയും ഒക്കെ പിടിയിലാകുന്നത്. ആ സംഭവമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കളയാൻ പോകുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ സാധിക്കുമായിരുന്ന ചില വലിയ ഓപ്പറേഷനുകൾ തകർക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ നടക്കുന്ന അറസ്റ്റുകളെല്ലാം വരും കാലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ 2026-ലും 2027-ലും ഒക്കെ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പല ഓപ്പറേഷനുകളും ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമ്മുടെ രാജ്യത്തെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു അറസ്റ്റോടുകൂടി ഫരീദാബാദിലെ സെർച്ചോടുകൂടി തന്നെ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം 2900 കിലോയോളം സ്ഫോടന വസ്തുക്കളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ ശേഖരിച്ചു വെച്ചിരുന്നത്. അതിലൊരു ചെറിയ അംശം മാത്രമാണ് ചെങ്കോട്ട സ്ഫോടനത്തിലുണ്ടായത്. അതിൽ മാത്രം 15ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. വലിയ രീതിയിലുള്ള നാശനഷ്ടം നമ്മളെ സംബന്ധിച്ചുണ്ടായി. പക്ഷേ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മറ്റ് ശേഖരങ്ങൾ പിടികൂടാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും മറ്റ് സംവിധാനങ്ങളും നടത്താൻ വരുന്ന ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ ഇവരുടെ മറ്റു പദ്ധതികളും കൂടുതൽ ആളുകൾ, ഇതിൽ എത്രത്തോളം ആളുകൾ ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.